അങ്ങനെ കൊണ്ടും കൊടുത്തും പൊറോട്ട സ്പോട്ട് വളർന്നു. ഇതിൻ്റെ ഇടയിൽ വിസയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ സ്വത്ത് വിവരണം കാണിക്കുന്ന അസറ്റ് പേപ്പറും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ എടുത്തുട്ടാ. PCC കിട്ടായിരുന്നു അടുത്ത ടാസ്ക്. PCC എന്ന് പറഞ്ഞാൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. നമ്മുടെ ഫുള്ള് ഹിസ്റ്ററി പോലീസുകാർ എടുക്കൂട്ടാ. ചെറിയൊരു പേടിയുണ്ടായി. കാരണം 2017 അമ്മേനെ തെറി പറഞ്ഞ ഒരു തന്നെ വീട്ടിൽ കയറി വെട്ടാഞ്ഞെന്ന് പറഞ്ഞ് അയാളുടെ അമ്മ കൊടുത്ത കേസ് വാരന്തരപ്പള്ളി സ്റ്റേഷനിലുണ്ടായിട്ടാ. പിന്നെ കോളേജിലെ BJP പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വേറെ ചെറിയ കേസുകളും. എന്നാൽ കേസുകളൊക്കെ ഇപ്പോഴത്തെ പുതുക്കാട് മണ്ഡലത്തിന്റെ BJP സ്ഥാനാർത്ഥിയായ നാഗേഷേട്ടൻ അന്ന് ഒതുക്കി തീർത്തായിരുന്നു കേട്ടാ. പക്ഷെ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. വാരന്തരപ്പള്ളി സ്റ്റേഷനിൽ PCC കിട്ടിയില്ല കേട്ടാ. തൃശ്ശൂരത്തെ ഏതൊരു സ്റ്റേഷനിൽ എന്തോ ഒരു വണ്ടിയുടെ കേസ് കിടക്കണം പറഞ്ഞ് അവർ ഡിലേ ആക്കിയിട്ടാ. അപ്പോഴും വിളിച്ചുട്ടാ പാർട്ടിക്കാരെ. വിത്തിൻ 2 days PCC കൈ കിട്ടി. 5-6 കൊല്ലം കൊടിയും പിടിച്ച് നടന്നിട്ട് നീ എന്ത് നേടുന്നുള്ളതിന് ഉത്തരം കൂടിയാണ്ടത്. ചട്ടപ്പട്ടാന്ന് പറഞ്ഞ് പിന്നെ കാര്യങ്ങൾ നടന്നുട്ടാ. VFS ഡേറ്റും പോളണ്ടിൽ നിന്നുള്ള പെർമിറ്റും വന്നുട്ടാ. ഒരു വാട്ടറിന്റെ കമ്പിലായിരുന്നു ജോലി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 1,50,000 രൂപ സാലറിയും പറഞ്ഞിട്ടുണ്ട്. VFS കിട്ടിയത് ബോംബെയിലായിരുന്നു കേട്ടാ. ഫ്ലൈറ്റ് എടുത്തിട്ടാണ് അവിടേക്ക് എത്തിയത്. രാവിലെ 9 മണിക്കായിരുന്നു അപ്പോയിൻമെന്റ്. കൃത്യസമയത്ത് ഞാൻ അവിടെ എത്തി. എന്നാൽ വേറൊരു പ്രശ്നം ഉണ്ടായി. ആ സ്പോട്ടിൽ നിന്ന് VFSന്റെ സംഭവം മാറ്റിയിട്ട് 1 മാസമായി ഉണ്ടായി. അവിടെ നിന്ന് കുറേ ദൂരെ മാറി മറ്റൊരു സ്ഥലത്തായിരുന്നു VFS. അവിടെ നിന്ന് അങ്ങനെ ഓടിയും ചാടിയും ട്രെയിൻ എടുത്തും മറ്റൊരു സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ അവർ പറയാ ഈ വട്ടം അവിടെയല്ല വേറൊരു സ്ഥലത്തേക്ക് പോകണമെന്ന്. സമയം എപ്പോഴേക്കും 11 മണി കഴിഞ്ഞുട്ടാ. അപ്പം ഞാൻ ഉറപ്പിച്ചു തീർന്നു, ഇനി കിട്ടില്ല. തിരിച്ചു പോകാനുള്ള ടിക്കറ്റൊക്കെ നോക്കിയിട്ടാ. പക്ഷെ എൻ്റെ മനസ്സിൽ ഈഗോ എന്നെ അനുവദിച്ചില്ലേ. 10,000 രൂപ ഫ്ലൈറ്റ് ടിക്കറ്റും കൊടുത്ത് ഇവിടം വരെ എത്തിയിട്ട് ആ സ്പോട്ട് കാണാണ്ട് എങ്ങനെ പോവാ. ഞാനൊരു ടാക്സി എടുത്ത് അവിടെ എത്തിയിട്ടാ. അവിടെ എത്തിയപ്പോഴേക്കും 12 മണി കഴിഞ്ഞു. ഹിന്ദി നന്നായിട്ട് അറിയണതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാ. എൻ്റെ ഭയം കൊണ്ടാണോ അതോ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അറിയില്ല. അവർ കയറ്റി വിട്ടു. ഇന്ന് ഞാൻ അവിടെ നിന്ന് തിരിച്ചു പോന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ പോകേണ്ടതിൽ എത്തില്ലായിരുന്നു കേട്ടാ. അങ്ങനെ VFS എന്ന് പറഞ്ഞ വലിയ കടമ്പയും കടന്നു. VFSന് എന്നിട്ടൊക്കെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യുന്നുള്ള ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാട്ടാ. ബാക്കി വിശേഷം അടുത്ത വീഡിയോയിൽ പറയാം. അപ്പം ശരി, ബൈ.